വെൽക്കം ബാക്ക് ടു എ ഡേ ഔട്ട് വ്ലോഗ് ഇൻ കൊച്ചി. യെസ്, അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ശ്രീകുട്ടനും അർജുൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവരെ കൂട്ടിയിട്ടൊന്ന് പുറത്തു പോവാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അർജുൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ശ്രീകുട്ടൻ ആദ്യമായിട്ടാണ് കൊച്ചിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങും ഒന്ന് പുറത്ത് പോകാമെന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിറ്റക്സ് ഗാർമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് സെക്കൻഡ്സ് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അവിടെ ഒരുപാട് സെക്കൻഡ്സ്, അതായത് ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫക്റ്റൊക്കെ വരുന്ന പക്ഷെ നമുക്ക് വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് എല്ലാം കിറ്റക്സിൽ നമുക്ക് സെക്കൻഡ്സ് ഫാക്ടറി സെയിലിൽ കിട്ടും. അപ്പോൾ ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കിറ്റക്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കിറ്റക്സ് ഗാർമെൻറ്റ്സിലെത്തി. ഇവിടെയാണ് മെയിൻലി മാനുഫാക്ചറിങ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഉള്ളത്. അവിടെ നമുക്ക് ബെഡ്ഷീറ്റ്സ്, കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, കറി പൗഡേഴ്സ്, ഇതെല്ലാം നമുക്ക് സെക്കൻഡ്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അല്ലാതെ ഫസ്റ്റ് ക്വാളിറ്റിയിലും അവൈലബിൾ ആണ്. കുഞ്ഞിലേ മുതൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതാണ്. ഞാൻ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഞങ്ങളെ ഇറക്കിയിട്ട് അർജു വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് അകത്ത് കയറിയിട്ട് എല്ലാം ഒന്ന് നോക്കി. അങ്ങനെ കുറച്ച് ബെഡ്ഷീറ്റ്സ്, പില്ലോ കവർ, ജാനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സ്, അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. പോരുന്ന വഴിക്ക് ഇയാളെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഇഷ്ടമല്ല കരിമ്പ്, പക്ഷേ ഈ മനുഷ്യന് കരിമ്പ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മോളൂസ് യൂട്യൂബ് ചാനൽ. നല്ലതാണോ മീശ? മീശ വീഡിയോ എടുക്കാൻ കൊള്ളില്ല. ഇവരൊക്കെ അപ്പൊ തന്നെ അള്ളോന്നും പറഞ്ഞാ പോണെ. കൊള്ളില്ല, ആർക്കും സജസ്റ്റ് ചെയ്യില്ല. എനിക്ക് കരിമ്പിൻ ജ്യൂസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എൻ്റെ കരിക്ക് ഇതാ ഇപ്പൊ കിട്ടും. എങ്ങനെയുണ്ട് പുതിയ യൂട്യൂബ് സ്റ്റാൻഡ് ഐഡിയ? What a shot, man! എന്റെ പേഴ്സല്ലേ എടുത്തു വെച്ചേക്കുന്നത് സൈഡില്. അലൈൻമെന്റ് കറക്റ്റ് ചെയ്യണ. കിറ്റക്സ് എന്ന് വാങ്ങിയ സ്ഥിതിക്ക് എന്നാൽ തൊട്ടടുത്തല്ലേ അന്ന അലൂമിനിയം. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് പോയി. എന്തായാലും ഇന്ന് കോഴിക്കോടേക്ക് പോണത് കാരണമാണ്. അപ്പോൾ കോഴിക്കോട് വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ അന്ന അലൂമിനിയത്തിൻ്റെ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ കോഴിക്കോട് അമ്മയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് വൈകിട്ട് വേണം ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ശ്രീകുട്ടൻ ആദ്യമായിട്ട് കൊച്ചിയിൽ വന്നിട്ട് അവനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണ്ടേ എന്നൊരു പ്ലാനിൽ ഇപ്പം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഇനി ഫോറം മാളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കിറ്റക്സിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ജാനീനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ പോയി ജാനീനെ റെഡിയാക്കിയിട്ട് അമ്മൂനെയും കൂടെ കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്കിനി ഫോറം മാളിൽ പോകാനായിട്ട്. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ജാനി ഫുഡൊക്കെ കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മൂനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അമ്മു എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇടാതെ ഞങ്ങൾ സഡൻ പ്ലാൻ ഇട്ടിട്ട് ജസ്റ്റ് ഞങ്ങൾ 5 പേരും കൂടെ ഫോറം മാളിലേക്ക് ഇറങ്ങി. അങ്ങനെ എൻ്റെ അടുത്ത് വീഡിയോസ് എടുക്കാൻ പറയണതും വീഡിയോസ് റെഗുലറായിട്ട് ഇടണമെന്ന് പറയണതും എല്ലാം ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർക്കാർക്കും എൻ്റെ കൂടെ വീഡിയോയിൽ വരാൻ ഇതുവരെ ചമ്മൽ മാറിയിട്ടില്ല. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോഴും എല്ലാം ഞാനും പലവട്ടം
കോൺഷ്യസ് ആവാറുണ്ട്. പുതിയൊരു കാര്യം ചെയ്യുന്നതിൻ്റെ മടിയും ചമ്മലും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് ആണ് പറയാനുള്ളത്. പക്ഷെ ഓരോ വീഡിയോ എടുക്കുമ്പോഴും അടുത്തത് ഇതിലും ബെറ്ററായിട്ട് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലാണ് ഞാൻ ഓരോ വീഡിയോസും ഇപ്പോൾ എടുക്കാറുള്ളത്. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളും വർത്താനവും ഒക്കെ പറഞ്ഞ് ഫോറം മാളിലെത്തി. വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി. ഞങ്ങൾ ചെന്ന ദിവസം അവിടെ ലുലുവിൻ്റെ സെയിലും വേറെ ഒരുപാട് ഷോപ്സിൽ സെയിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എല്ലായിടത്തും കൂടെ കയറി മിനീസോ കണ്ടപ്പോൾ അവിടെ കയറി ജാനിക്ക് പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. ശ്രീകുട്ടിൻ്റെയും അമ്മുവിൻ്റെയും എല്ലാം കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ വെറുതെ ഫോറം മാൾ വരെ വന്ന് കുറച്ച് വിൻഡോ ഷോപ്പൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട് പോകുമ്പോൾ സങ്കടമുണ്ടോ? ചിരിയാണ് സാറേ ഇവളുടെ മെയിൻ എന്ന് പറയില്ലേ, അങ്ങനെയാണ് അമ്മുവിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എപ്പോൾ ഫോൺ എടുത്താലും അവൾ വെറുതെ ചിരിച്ചോണ്ടിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഫൺ സിറ്റിയിൽ ജാനിനെ കൊണ്ടൊന്ന് ജസ്റ്റ് കയറാന്ന് വിചാരിച്ചിട്ടാ. ഏതാ ഞാൻ എപ്പോൾ മോളിൽ വന്നു കഴിഞ്ഞാലും ഈ പ്രാം സർവീസ് എടുക്കാറുണ്ട്. ഇത് ഫോറം മോളിൽ പെർ അവർ 100 റുപ്പീസാണ് റേറ്റ് വരുന്നത്. നമ്മളതൊരു 2 hours യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല യൂസ്ഫുൾ ആണ്. ജാനിയാണെങ്കിൽ അതിലിരിക്കുകയും ചെയ്യും. നമ്മൾക്കും ടയേർഡ് ആവില്ല. കുട്ടിയെല്ലാം കണ്ടിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിൽ വന്നു. നമ്മൾ KFC, പിസ്സ അങ്ങനെ കുറച്ചധികം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. Johnny. അച്ഛ വിളിക്ക്. എന്ത് ചെയ്തു നിങ്ങള്? അങ്ങനെ നമ്മൾ പ്രാമെല്ലാം തിരിച്ചു കൊടുത്തിട്ട് ജാനിനെ കുറച്ച് നേരം അവിടെ വെറുതെ വിട്ട് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ ലുലുവിൻ്റെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മോപ്പ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് അവിടെ കയറിയിട്ട് മോപ്പും വാങ്ങിച്ചു ഞങ്ങൾ. ഇപ്പോൾ ജാനിയുടെ വക അപ്രൂവൽ എടുക്കുകയാണ്. ജാനിക്ക് അത് ഇഷ്ടമായോ എന്ന് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ. അവൾ അതൊന്നും നോക്കിയിട്ട് ഒറ്റ ഓട്ടം കൊടുത്തു. ഒന്നുകൂടെ കൊടുത്താടാ. അങ്ങനെ ഈ വർഷത്തെ ഷോപ്പിൽ കഴിച്ചു. ഈ വർഷത്തല്ല ഇതൊക്കെ. ഞങ്ങൾ അടുത്താണ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ. അറിയോ സങ്കടം വരുമോ? വിശ്വാസി ചോദിച്ചാൽ ചിരിക്കും. അങ്ങനെ എറണാകുളത്ത് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ഒരു ദിവസം തകഞ്ഞാ ഇനി വരുമോ? എപ്പോ വരൂ? എപ്പോ? വരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നല്ല ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പയ്യെ ഫോറം മാളിനോട് ബൈ പറഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു.
ഇനി വീട്ടിൽ ചെന്ന് ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫൈനൽ റൗണ്ട് പാക്കിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി കോഴിക്കോടേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫൈനൽ റൗണ്ട് ഒന്ന് പാക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിഫ്രഷായി ചായ എല്ലാം കുടിച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം ആളെത്തിയിട്ടുണ്ട്, നച്ചുമ്മ. സങ്കടമുണ്ടോ? കളിക്കാൻ ഇനി ആരാ ഉള്ളത്? റീത്തുവിന്റെ കൂടെ കളിക്കൂലേ? എല്ലാ ദിവസവും വരണം കേട്ടോ. ഞങ്ങൾ വേഗം വരാം കേട്ടോ പോയിട്ട്. അങ്ങനെ ജാനി എല്ലാവരോടും ബായ് പറഞ്ഞു തുടങ്ങി കോഴിക്കോട് അച്ഛാ വീട്ടിലേക്ക് വീണ്ടും പോകാൻ വേണ്ടിയിട്ട്. മീൻവൈൽ ഞാനൊന്ന് റിഫ്രഷായി പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, കാറിലേക്ക് എല്ലാം എടുത്തു വെച്ചു. ഹെവി ഹാർട്ടാണ് എല്ലാവരോടും യാത്ര പറയാന്നുള്ളത്, ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങോട്ട് പോകണം. നമുക്കവിടെ ഒരുപാട് ഫങ്ഷൻസ് ഇനി വരുന്നുണ്ട്. സോ നമ്മൾ വീണ്ടും എന്തായാലും ഇവിടെ കുറച്ച് ഫങ്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ തിരിച്ചു വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു 7:30 എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റഡ് അറൈവിങ് ടൈം എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു 1:30, 2 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കുമാണ്. സാറ്റർഡേ ആണെങ്കിലും നല്ല ബ്ലോക്കായിരുന്നു ആലുവ ചാവക്കാട് ഏരിയയിലെല്ലാം. ചാവക്കാട് കഴിയുമ്പോൾ നമ്മളൊരു ഈറ്റ് മോർ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് എപ്പോഴും എറണാകുളം കാലിക്കറ്റ് പോകുമ്പോൾ ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നതിന് മുന്നേ ജാനിക്കുള്ള പാലൊക്കെ സെറ്റാക്കി വെച്ചു. ദെൻ ഈറ്റ് മോറിൽ കയറിയിട്ട് ലൈറ്റായിട്ട് ഉച്ചയ്ക്കത്തെ നല്ല ഹെവി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തി. നമ്മൾ ലൈറ്റായിട്ട് കഴിച്ച ചപ്പാത്തിയും കറിയായിരുന്നു. കുറച്ച് ജാനിക്കും കൊടുത്തു. ദെൻ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വീണ്ടും കാറിൽ കയറി നേരെ വടകരയ്ക്ക്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനി വീണ്ടും ഉറക്കമായി. രാവിലത്തെ പുറത്തു പോക്കും വൈകിട്ടത്തെ യാത്രയെല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങളും കുറച്ച് ടയേർഡായപ്പോൾ വഴിയിൽ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അങ്ങനെ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.